ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറയ്ക്ക് അടുത്തുള്ള നമ്മുടെ പുത്തടി പാറമടയിലാണുള്ളത്. ഇത് ഇവിടെയൊക്കെ അധികം ആരും ഇവിടെയും വന്നിട്ടൊന്നുമില്ല, കാരണം നല്ലൊരു ഓഫ് റോഡൊക്കെയാണ്. അപ്പോൾ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചുമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹിഡൻ പ്ലേസുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ അധീനതയിലായിരുന്ന ഈ ഒരു പാറമട ഇവിടെ ഖനനം ചെയ്യാനായിട്ട് പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിരുന്നത്. ഇത് പൊട്ടിച്ച് ലാസ്റ്റ് വെള്ള പാറയായി കഴിഞ്ഞപ്പോൾ ഇത് ഉപേക്ഷിച്ചാണ്. ഇപ്പോൾ കാലക്രമേണ മഴയൊക്കെ പെയ്ത് ഇവിടെ നല്ല വെള്ളമായി, നല്ല ആഴമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ദൂരം നമുക്ക് നമ്മുടെ പുത്തടിയിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് ഇങ്ങ് പോരണം. നമ്മുടെ പൂപ്പാറയിൽ നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മരച്ചുവട് വെള്ളച്ചാട്ടം കാണാൻ വരുന്ന സമയത്ത് ഇതുകൂടെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാം. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തോളുക, ഇതിനകത്ത് വെള്ളത്തിലിറങ്ങരുത്, കട്ടിയുള്ള വെള്ളമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആഴമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഭാഗത്തേക്ക് ഒന്ന് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നല്ല വെള്ളമുണ്ട് ഇവിടെ, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വേനലാകുമ്പോൾ ഈ വെള്ളമൊക്കെ ഇവിടെ പറ്റിപ്പോവേ. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടുന്ന് സ്ഥിരം ഇവിടെ അലക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ ലോക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒന്ന് കാണുക, സേഫായിട്ട് പോവുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഉള്ള വഴികളിലൊക്കെ വരുമ്പോൾ ഇതുകൊണ്ട് നിറയെ ഓസുകളൊക്കെ പോയിട്ടുണ്ട്. ഇത് ഓരോ ഏലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതിന് ചുറ്റുമൊക്കെ നടന്ന് കാണുമ്പോൾ നമുക്ക് പൂപ്പാറ സൈഡും ഒക്കെ കാണാം. ഇതേ മലകളൊക്കെ ഉണ്ടോ. അപ്പോൾ പാറമടയുടെ പിന്നിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ വേണ്ടേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത സ്ഥലം അറിയാമല്ലോ, നമ്മുടെ ശാലോം കുന്ന്, ശാന്തൻപാറ. ആ കുന്നാണ് കാണുന്നത്. പിന്നെ ചിന്നക്കനാൽ ഭാഗം കാണാം, പിന്നെ ഗ്യാപ്പ് റോഡ് കാണാം ഇവിടെ നിന്ന്. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഒരു അപ്പോൾ ഈ ഒരു മനോഹര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിതിൽ കയറി മുകളിലേക്ക് നമ്മുടെ ആ ഒരു പാറമടയുടെ ഫുൾ വ്യൂ നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. കണ്ടോ ഇതിൽ ഒത്തിരി ഇനിയും ഇതിനെ നടന്നു പോയി കഴിഞ്ഞാൽ കണ്ടോ അതിൽ ഒരുപാട് ദൂരം പോകാൻ പറ്റും. നമുക്ക് ഈ മലയുടെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് നമുക്ക് ആ പാറയുടെ മുകളിൽ പോയിട്ട് എൻ്റെ ടോപ്പിൽ നിന്ന് എന്താണ് കാണാൻ പറ്റുന്നതെന്നൊന്ന് നോക്കാനാണ് പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമ്മളിവിടെയൊക്കെ കൂട്ടുകാരൊക്കെ കൂടി വരിക, ഫാമിലിയായിട്ട് വരിക, അങ്ങനെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഇത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ മലകളൊക്കെ കയറി ഇങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അത്രയ്ക്കൊരു നല്ലൊരു സന്തോഷമാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഹർത്താലോ ബന്ധോ എന്തൊക്കെയോ നടക്കുന്നു നാട്ടിൽ, ഒരു വണ്ടി പോലും ഓടുന്നില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ അടുത്തുള്ള പ്രദേശത്തേക്കൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടേതായ രീതിയിൽ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തീയൊക്കെ വീണ് പുല്ല് കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ, വലിയ രീതിയിലേക്കൊന്നും ഇവിടെ കാടായിട്ടില്ല. അപ്പോൾ വരുമ്പോൾ സേഫായിരിക്കുക, അതുമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ മൊത്തം കുഴിയാണോ, പുല്ല് കാരണം കാണത്തില്ല. അപ്പം നമ്മൾ കയറി നമ്മൾ ആ ഒരു തെളിഞ്ഞ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വ്യൂ നോക്കി. നല്ല നൈസ് പ്ലേസ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ എൻ്റെ എത്തി. അയ്യോ, കാറ്റ് പിടിച്ചിടും, അതുപോലെ കാറ്റ് വീശുന്നുണ്ട്. നമ്മുടെ ആ ഒരു കുളത്തിൻ്റെയൊക്കെ ആ ഒരു വ്യൂ നല്ല പക്കയാട്ടോ. അത് ഏകദേശം നമ്മുടെ ഈ തൊട്ട് താഴെയുള്ള നമ്മുടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, നമ്മുടെ മരച്ചോട് വെള്ളച്ചാട്ടം, അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രയൊക്കെ കാണുള്ളൂ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ അവിടെ നിന്നാൽ കാണുന്ന മലയാണ് ഇത്.
ഉണ്ടോ? ഇവിടെ വന്നാൽ നമ്മുടെ പള്ളിക്കുന്ന്, സേനാവതി ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് അവിടുത്തെ ഒരു ഓവറൽ വ്യൂ. എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഈ ഖനനം നിർത്തിയതോടുകൂടി ഇവിടം അനാഥപ്പെട്ടു പോയി. അങ്ങനെ വെള്ളം ഇവിടെ കെട്ടി നിന്നു, നല്ലൊരു ഭംഗിയായിട്ട് മാറി. ഇതിലൊക്കെ ഒത്തിരി നമുക്ക് നടന്ന് കാണാനുള്ള സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതുപോലെയുള്ള ഈ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു ട്രിപ്പ്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രയ്ക്കും മനോഹരമാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ അങ്ങ് ഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങോട്ട് നടന്നെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഭാഗത്ത് അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ, ആ ഭാഗത്തേക്കൊക്കെ ഇല്ലേ നടന്നു പോകാൻ കൊതിയാവുകയാണ്. പക്ഷെ ഇപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങ് പോകുന്നില്ല. ഒരിക്കൽ പോകണം. ഇവിടെ നിലയ്ക്കാത്ത കാര്യം, എത്ര നമ്മൾ വെയിലത്ത് വന്നാലും ഈ കാറ്റ് ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റാണ്. അപ്പോൾ ഈ കാറ്റ് നമ്മളെ വളരെയധികം നമ്മുടെ എത്ര ചൂടായെന്ന് പറഞ്ഞാൽ നമ്മളെ തണുപ്പിക്കും. അതുതന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, അണ്ണന്മാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എപ്പോൾ ഏത് വേനൽക്ക് വന്നു കഴിഞ്ഞാലും ഈ കാറ്റ് ഇവിടെ പ്രധാനമാണ്. ഇത് നമ്മളെ അങ്ങ് തണുത്ത കാറ്റാണ്. ഇതിലേക്ക് ജീപ്പ് കയറി വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വളരെ വിരളമാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും സേഫായിരിക്കുക, അതേ പറയാനുള്ളൂ. അത് മറ്റൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണേ. കേട്ടോ, നടന്ന് കാണാൻ എന്നാ രസമാണ്. നല്ല കാറ്റാണ് ഇവിടെ. വെച്ചാൽ ഒരു കാറ്റിനൊരു ശമനമില്ല കേട്ടോ. തുടർച്ചയായിട്ട് വീശുന്ന കാറ്റ് നമ്മളെ അങ്ങ് പുറകോട്ട് പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പുല്ലേലും ഈ പോതയിലൊക്കെ നോക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇവിടെ കാറ്റ് അടിക്കുന്നതിൻ്റെ ഒരു കാര്യം. കാരണം മൂന്നാർ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ നല്ല മഞ്ഞാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹര കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പൂപ്പാറ വന്നിട്ട് മരച്ചുവട് വെള്ളച്ചാട്ടം മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. മരച്ചുവടിൽ ആ ഒരു മരത്തിൻ്റെ ഏതായ ഒരു പ്രസൻസ്, ആ വളഞ്ഞേക്കുന്ന മരം കൊണ്ട് മാത്രം ആ പേര് കിട്ടിയ ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ അവിടെ വന്നിട്ട് സേഫായിട്ട് നമുക്ക് വെള്ളത്തിൽ ചാടുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാവുന്ന നല്ലൊരു പ്ലേസാണ് മരച്ചുവട് വെള്ളച്ചാട്ടം. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പുത്തടിക്ക് വന്ന് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് വരിക. ഇവിടെ കൂടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസായി മാറും. തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമവും നല്ല രീതിയിൽ വികസിച്ച് വരും. അപ്പോൾ ആ ഒരുപാട് സാധാരണക്കാർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഹിഡൻ പ്ലേസുകളിലേക്കൊക്കെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.